ദുൽഖർ ആക്ച്വലി പാട്ടൊക്കെ കേട്ട് പുള്ളിക്ക് ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ആ പടത്തിലേക്ക് ഇന്നത്. അല്ലാണ്ട് എന്നെ വെക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. അങ്ങനെ പുള്ളി വന്ന് വളരെ പെട്ടെന്ന് പാടി പോയി. മുന്നേ ഒരു തവണ ഷംസുവിൻ്റെ കൂടെ പുറത്തു പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ ഓള് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഷംസു ഹാഡ് ദറ്റ് വിയേർഡ് ഫീലിംഗ് ലൈക്ക് ഓക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട്, ഇവനിവിടെ ഇരിക്കുന്നുണ്ട്, ആരും അറിയുന്നില്ല, പക്ഷെ പാട്ട് എല്ലാവരും ആസ്വദിക്കുന്ന അയാൾ ലൈവായിട്ട് കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഹാപ്പിനെസ് തോന്നി. അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ഓൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി, ഒരുപാട് വർഷമായി. അപ്പം അതിനുശേഷം പല സ്ഥലങ്ങളിൽ നിന്ന് ഓള് കേൾക്കുന്നു, ആൾക്കാർ കേട്ടിരിക്കുന്നു, അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ മൊമെന്റ്സ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഒരു ബേക്കറിയിൽ ചായ കുടിക്കുന്ന സമയത്ത് ഈ പാട്ട് കേട്ടു. അപ്പോൾ അത് അഭിലാഷൊക്കെ ഇറങ്ങുന്നതിന് കുറേ മുമ്പ്. ആ സമയത്തൊന്നും പ്രത്യേകിച്ച് ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്നു, സിനിമയൊന്നും ആ സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കേട്ട സമയത്തൊരു സന്തോഷം. ഇടയ്ക്ക് ആൾക്കാർ കേൾക്കുന്നുണ്ടെന്ന്. പിന്നെ ദുബായിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ FM-ൽ കേൾക്കും ഈ പാട്ട്. അപ്പോൾ ഇത് വീഡിയോ എടുത്തിട്ട് അയച്ചു തരും. ഈ ഓള് പാടിയത് സിദ് ശ്രീറാമാണ്. അദ്ദേഹം മലയാളിയല്ല, പക്ഷെ അതിൻ്റെ ലിറിക്സ് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് മലബാർ സൈഡിലേക്കുള്ള ഒരു സ്ലാങ് ആണ് അതിൽ വരുന്നത്. മലയാളി അല്ലാത്ത ഒരാളെ കൊണ്ട് ഈ ഒരു സ്ലാങ് പരീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള പരിപാടിയല്ലായിരുന്നോ? ഇതെങ്ങനെയാ ആൾക്കത് പറഞ്ഞു കൊടുക്കുകയാണോ? എന്തായിരുന്നു ആളെ കൊണ്ട് അത് ലൈക്ക് ഔട്ട് കിട്ടാനുള്ള ഒരു പ്രോസസ്സ്? പ്രൊനൗൺസിയേഷൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പുള്ളി മലയാളി അല്ലാത്തതുകൊണ്ട് ചില വേർഡ്സ് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടാവുമല്ലോ, അതുണ്ടായതേ ഉള്ളൂ. ബാക്കി അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളി ഒരു 2-3 ട്രൈ എടുത്തിട്ടായാലും അത് പാടിത്തരും. എന്നാൽ അങ്ങനെ ഭയങ്കര ടഫ് ജോലി ആയിരുന്നില്ല. പക്ഷേ ഈ പ്രൊനൗൺസിയേഷൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് റെക്കോർഡിങ് ടൈം കുറച്ച് സമയം എടുത്തു. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പുള്ളിക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. മെലഡിയൊക്കെ പുള്ളി ആ ഒരു സമയത്ത് പാടിത്തരും. പക്ഷേ ഈ പ്രൊനൗൺസിയേഷൻ്റെ ഒരു കാര്യം മാത്രം, അത് ഈ മലയാളം അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നം. അങ്ങനെ ഒരു ടഫായിട്ടുള്ള ഒരു ജോലി ആയിരുന്നില്ല, അത് നല്ലതായിരുന്നു. ഈ മണിയറയിലെ അശോകൻ പ്രൊഡ്യൂസ് ചെയ്തത് ദുൽഖറാണ്. ദുൽഖറും ഗിരിഗിറയും കൂടിയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഇതൊന്ന് വേഫറിന്റെ ഫസ്റ്റ് മൂവി ആയിട്ടാണ് മണിയറയിലെ അശോകൻ വരുന്നത്. അതിൽ ദുൽഖർ തന്നെ പാട്ടും പാടുന്നുണ്ട്. അപ്പം ആളുടെ പ്രൊഡക്ഷനിൽ, ആളുടെ തന്നെ പാട്ടിൽ ആ ട്രാക്ക് തന്നെ ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു. അത് തന്നിട്ടില്ലേ ആളുടെ കൂടെയുള്ള വർക്കിംഗ്? ദുൽഖറിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ഷംസുഖ ഈ കഥയൊക്കെ പറയാൻ പോകുന്ന സമയത്ത് നമ്മളിൽ ആക്ച്വലി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓള് ഉണ്ണിമായ പെയ്യുന്നില്ല ട്രാക്കൊക്കെ ഓൾറെഡി കയ്യിലുണ്ടായിരുന്നു. അതായത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത ട്രാക്കല്ല, ഒരു സ്ക്രാച്ച് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ട് ഇങ്ങനെ കഥയൊക്കെ പറയുമ്പോൾ ഷംസുഖ ആക്ച്വലി കഥയൊക്കെ പറയാൻ മുമ്പ് ഈ പാട്ടൊക്കെ കൊണ്ടാ പോകുന്നത്. ഈ നമ്മളെല്ലാം കൊണ്ടാ വരുന്നതെന്നുള്ളൊരു ഫീൽ അവർക്ക് തോന്നാനും, പിന്നെ നമ്മൾ ആക്ച്വലി അത് കാര്യമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമല്ലോ ആ സമയത്ത് അവർക്ക്. അപ്പോൾ ദുൽഖർ ആക്ച്വലി പാട്ടൊക്കെ കേട്ട് പുള്ളിക്ക് ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ആ പടത്തിലേക്ക് ഇന്നത്. അല്ലാണ്ട് എന്നെ വെക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. പാട്ടൊന്നും ഇല്ലാണ്ട് ഷംസുഖ പോയി എൻ്റെ അടുത്തൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരങ്ങനെ എന്നെ വെക്കണം, അതെന്നെ അവരെ തന്നെ വെച്ച് ചെയ്തോളൂ എന്നും പറയുമെന്ന് വെച്ചെങ്കിൽ ദുൽഖറൊന്നും വിചാരിച്ച വേറെ മ്യൂസിക് ഡയറക്ടർ കിട്ടാത്ത ഒരു പ്രശ്നമൊന്നും ഇൻഡസ്ട്രിയിലില്ല. അപ്പോൾ ഈ പാട്ട് കേട്ട സമയത്ത് പുള്ളിക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്നൊക്കെ അറിയാം. പിന്നെ ഇത് ദുൽഖർ പാടിയാൽ നന്നായിരിക്കുന്നില്ലൊരു തോട്ടം വന്നു. ദുൽഖറിന് പാട്ട് കേട്ട് പരിച്ചുകൊണ്ട് പുള്ളി അത് പിന്നെയും കേട്ടു. അങ്ങനെ പുള്ളി ഓൾറെഡി മുന്നേ കുറേ പാടിയിട്ടുണ്ടല്ലോ, ഗോപിചേട്ടനും ഒക്കെ വേണ്ടി കുറേ പാടിയിട്ടുണ്ട്. അപ്പോൾ സിംഗിങ് നിലനിൽക്കുക എന്തായാലും പുതിയതായിട്ടുള്ളൊരു പരിപാടിയല്ല. അങ്ങനെ പുള്ളി വന്ന് വളരെ പെട്ടെന്ന് പാടി പോയി. കുറേ സമയം സ്റ്റുഡിയോയിലിരുന്ന് മാറ്റി പാടിപ്പിക്കുക, അല്ലെങ്കിൽ അതൊന്ന് മാറ്റി പാടണം, അങ്ങനെ ഒരു ഡൗട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പുള്ളി വളരെ പെട്ടെന്ന് വന്നു പാടിപ്പോയി.